തലേന്ന് രാത്രി 12 മണിക്ക് പ്ലാൻ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ 5 മണിക്ക് എണീറ്റേടെങ്കിലും ട്രിപ്പ് പോയിക്കുണ്ടോ? ഞാൾ അങ്ങനെ ഒരു ട്രിപ്പ് പോയി. ഇപ്പം അല്ല, കുറച്ച് മാസം മുമ്പ്. ഞാൾ ആദ്യമായിട്ടാണ് കർണാടകയിൽ വന്നിട്ട് ഇവിടെ ഉള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൾ 8 ആളാണ് പോയത്. അതിൽ 2 പേര് മാത്രമേ കർണാടകയിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൾ 5 ആള് കേരളത്തിൽ നിന്നും ഒരാള് ജാർഖണ്ഡിൽ നിന്നും. ഷിമോഗയിൽ നിന്ന് താരിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു 15-20 മിനിറ്റും ആടുന്ന ബസ്സിൽ കല്ലദ്ഗിരിയിലേക്ക് ഏകദേശം 1 മണിക്കൂർ എടുത്താണ് ഞാൾ എത്തിയത്. അങ്ങനെ അവിടെ ഫസ്റ്റ് കണ്ട ഹോട്ടലിൽ കയറി ഞങ്ങൾ വടയും ദോശയും ചായയും ഒക്കെ കുടിച്ചു. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയതുകൊണ്ട് ബോയ്സ് ഓൾക്ക് ടീഷർട്ട് എന്തോ വാങ്ങി. പിന്നെ ഞാൻ ആടുന്നൊരു ഓട്ടോ കയറി. 2 സൈഡിൽ ഇരിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഓട്ടോ അതിനകത്ത്. ഇവർ ഈ തിന്നുകൊണ്ടിരിക്കുന്ന സാധനം ഇവിടുത്തെ ആൾക്കാർ സ്നാക്സ് പോലെ തിന്നുന്നതാണ്. ഞാൻ തിന്ന് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ അയാൾ അടുത്തപ്പോൾ തന്നെ ഒരു കല്യാണമൊക്കെ കണ്ട്. ഭദ്രാ നദിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണിത്. ആ വെള്ളം ഇറങ്ങി വരുന്നത് ഈ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഈ പാറന്റെ മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചേക്ക്. പിന്നെ ഈ അമ്പലത്തിന്റെ മുകളിലോട്ട് കയറിപ്പോയാൽ ആടെ കുറെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. അവിടേക്കാണ് ഞാൻ പിന്നെ കയറിപ്പോയത്. കയറി മേലെ എത്താൻ ഭയങ്കര പാടായിരുന്നു, പക്ഷേ നല്ല രസമായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം നല്ല ഇഷ്ടമായി. മേലെ ആ വെള്ളത്തിൽ കുളിക്കാനും കളിക്കാനും ഒക്കെ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ പോയോണ്ട് അധികം ആൾക്കാരില്ല. ഞങ്ങളും കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ച് പിന്നെ നോക്കുമ്പോൾ വെള്ളത്തിലൊരു പാമ്പ്. അതിനെ കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും പേടിയായി. എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറി കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ എല്ലാവരും ക്ഷീണിച്ച് അവിടെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ മേലോട്ട് പാറന്റെ മുകളിൽ കൂടിയാണ് കയറി വന്നെങ്കിലും താഴോട്ട് ഇറങ്ങുമ്പോൾ അത്ര ധൈര്യമില്ലേ. എല്ലാവരും വിശന്നിട്ടാണ് പുറത്തെത്തിയത്. അപ്പം ഞങ്ങളവിടുന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സും നെല്ലിക്കൊപ്പും മുളക് ഇട്ടതും കരിമ്പും ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് പിന്നെ അവിടുന്ന് ഓട്ടോയിൽ കയറി. ഇപ്രാവശ്യം ഞങ്ങൾ ഓട്ടോന്റെ ഡിക്കി പോലത്തെ സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ഇരുന്നത്. ഞങ്ങളെല്ലാവരും ഓട്ടോയിൽ ആദ്യമായിട്ടാണ് ആടെ ഇരുന്ന് പോകുന്നത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് കല്ലദ്ഗിരി ടൗണിലെത്തി. അവിടുന്ന് ബസ് കയറി, പിന്നെ ട്രെയിന്, പിന്നെ റെയിൽവേ സ്റ്റേഷന്. ഉറങ്ങിപ്പോയോണ്ട് അറിയില്ല, അങ്ങോട്ട് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. പിന്നെ അവിടുന്ന് റാപ്പിഡോയിൽ ഓട്ടോ ബുക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. എന്നാ ശരി, ബൈ.